Hello my dear students, welcome to Study Psychology in Malayalam. ഇന്ന് നമുക്ക് പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് എറർ ഇൻ സോഷ്യൽ കോഗ്നിഷൻ എന്നുള്ള ടോപ്പിക്ക് നോക്കാം. ഇത് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്നൊരു ടോപ്പിക്കാണ്. സോഷ്യൽ കോഗ്നിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. നമ്മളിലേക്ക് വരുന്ന ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളത് ഓർത്ത് വെക്കുന്നത്, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ കോഗ്നിഷനിൽ വരിക. നിങ്ങൾ എന്തെങ്കിലും ഡെഫിനിഷൻസ് അതിൻ്റെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ പലപ്പോഴും നമ്മൾ സോഷ്യൽ കോഗ്നിഷനിൽ ഇൻവോൾവ് ആകുമ്പം അതിൽ തെറ്റുകൾ വരാം. അതെപ്പോഴും ലോജിക്കലായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് അത് ഇല്ലോജിക്കലായിരിക്കാം, തെറ്റുകൾ അതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ വരാവുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. ഓക്കെ, ഇത് കുറച്ചൊരു വലിയ വീഡിയോ ആയിരിക്കും. ഒരു 7 സോഴ്സസ് ഓഫ് എറർ അല്ലെങ്കിൽ 7 തെറ്റുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. The judgments people make about the social world deviate in a number of ways from perfect rationality. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെപ്പറ്റി നമ്മൾ ജഡ്ജ്മെൻറ്റ്സ് ഫോം ചെയ്യുമ്പം അത് റാഷണാലിറ്റിയിൽ നിന്ന് മാറിപ്പോവാം. എപ്പോഴും റാഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ദിസ് ക്യാൻ സംടൈംസ് റിസൾട്ട് ഇൻ എറേഴ്സ്. അപ്പോൾ അത് എറേഴ്സിലേക്ക് നയിക്കാം. The ways in which our social thought departs from rationality are discussed here. അപ്പോൾ ഇത്തരത്തിൽ റാഷണാലിറ്റിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ തോട്ട്, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ നമുക്കതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ ഫസ്റ്റത്തത് നെഗറ്റിവിറ്റി ബയസ്. The negativity bias is our tendency not only to register negative stimuli more readily but also to dwell on these events. നെഗറ്റിവിറ്റി ബയസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ, നെഗറ്റീവ് സ്റ്റിമുലൈ അതിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യാനും അതിൽ തന്നെ നമ്മളിങ്ങനെ കുത്തിക്കിഴിഞ്ഞിരിക്കാനുമുള്ള നമ്മുടെ ഒരു ടെൻഡൻസിയാണ് നെഗറ്റിവിറ്റി ബയസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോസിറ്റീവ് നെഗറ്റീവ് asymmetry. This psychological phenomenon explains why bad first impressions can be so difficult to overcome and why we remember traumatic experiences better than positive ones. അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി ബയസ് ഉള്ളതുകൊണ്ടാണ് ഒരാളെ പറ്റിയിട്ടൊരു ഇംപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് മോശം ഇംപ്രഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്നും ഓർത്തിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, നമുക്ക് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇൻസിഡൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ പഠിക്കുന്ന കാലത്തോ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വയസ്സിലോ ഉണ്ടായ കാര്യമാണെങ്കിൽ പോലും നമുക്കത് ഇപ്പോഴും ഓർമ്മയുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന നെഗറ്റിവിറ്റി ബയസ് ഉള്ളതുകൊണ്ടാണ്. നെഗറ്റീവ് ഇൻഫർമേഷന് നമ്മൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുകയും അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുകയും ചെയ്യും. Example, recall insults better than praise. Think about negative things more frequently than positive ones. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒപ്റ്റിമിസ്റ്റിക് ബയസ്. ഒപ്റ്റിമിസ്റ്റിക് ബയസ് ഇസ് എ പവർഫുൾ predisposition to overlook risk and expect things to turn out well. ഒപ്റ്റിമിസ്റ്റിക് ബയസ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പം ഒരു പക്ഷേ മനസ്സിലാവും, ഒപ്റ്റിമിസം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയുടെ ഒരു ഓപ്പോസിറ്റാണ്, ഒരു പോസിറ്റീവ് സൈഡാണ് ഇവിടെ വരുന്നത്. അതായത് ഇവിടെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഓവർലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതിനെ നമ്മൾ കാണാതെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് സംഭവിക്കും നമുക്ക് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒപ്റ്റിമിസ്റ്റിക് ബയസ്. ഒരു പരിധിവരെ അത് നല്ലതുമാണ്. ഇപ്പം നമ്മുടെ ലൈഫിൽ എപ്പോഴും നല്ലതായിരിക്കും സംഭവിക്കുക. നമ്മുടെ ഇപ്പോൾ മാരീഡ് ലൈഫ് എന്തായാലും സക്സസ്ഫുള്ളായിരിക്കും, അതുപോലെ നമുക്ക് നല്ലൊരു ജോലി കിട്ടും, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് കോവിഡ് ഒന്നും വരില്ല. Research findings indicate that most people believe that they are more likely than others to experience positive events and less likely to experience negative events. അപ്പോൾ റിസർച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത് നോക്കിയപ്പം ആളുകൾ വിശ്വസിക്കുന്നത് അവർ മറ്റുള്ളവരെക്കാളും പോസിറ്റീവ് ഇവൻറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് സാധ്യത എന്നാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, കോവിഡിൻ്റെ കാര്യം ആയിക്കോട്ടെ, മറ്റുള്ളവർക്കൊക്കെ നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് കോവിഡ് വന്നാലും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കോവിഡ് വരില്ലെന്നാണ്. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചത് നമ്മുടെ സാധാരണ പനിയായിരിക്കും, നമുക്ക് അത്തരം അസുഖങ്ങളൊന്നും വരില്ല, അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ ഫ്ലഡ് എഫക്റ്റ് ചെയ്യുന്നു, നമുക്ക് വരില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത്. അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇവൻറ്റ്സ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു വിശ്വാസം. പക്ഷെ അത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നും ഇല്ലല്ലോ. മറ്റുള്ളവർക്കൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്കും അത് വരാനുള്ള സാധ്യതയുണ്ട്.
Example, most people believe that they are more likely than others to get a good job, have a happy marriage, and live to a ripe old age, but less likely to experience negative outcomes such as being fired, getting seriously ill, or getting divorced. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എക്സാമ്പിൾസ് എഴുതാം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നൊന്നുമില്ല. ബീയിങ് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഫ്യൂച്ചർ ഔട്ട്കംസ് ക്യാൻ മേക്ക് us feel good, and if the basis for it is disconfirmed, we may feel bad, but fortunately only temporarily. അതായത് നമുക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊരു ഒപ്റ്റിമിസ്റ്റിക് ഫീൽ ഉള്ളത് ശരിക്കും നമുക്ക് നല്ലതാണ്. നമുക്കൊരു ഗുഡ് ഫീലിംഗ് ആണ് അതുകൊണ്ട് ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു ആശ്വാസവും സന്തോഷമൊക്കെ നൽകുന്ന കാര്യമാണല്ലോ. അപ്പം അത് തെറ്റായി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് മെയിനായിട്ട് ഇപ്പോൾ എക്സാമിന് നമ്മൾ നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഗുഡ് ഫീലിംഗ് ആണുള്ളത്. ഇൻ കേസ് നമുക്ക് മാർക്ക് കുറവാണ് കിട്ടിയേക്കുന്നതെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള ഡിസപ്പോയിൻമെൻറ്റേ നമുക്ക് ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറുമെന്നാണ് പറയുന്നത്. ജനറലി നമ്മൾ എനിക്ക് മാർക്ക് കുറവായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ എന്താ, അത്രയും നാളും നമ്മൾ വിഷമിക്കുകയാണ്, ടെൻഷൻ അടിക്കുകയാണ്. കുറവാണെങ്കിലോ അത് കഴിഞ്ഞിട്ടും നമ്മൾ വിഷമിക്കുകയാണ്. ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പം ഈ കുറച്ചൊരു ഒപ്റ്റിമിസ്റ്റിക് ബയസ് ഉള്ളത് ഒരു രീതിയിൽ നല്ലതാണ്. ഓക്കെ, അടുത്തത് ഓവർ കോൺഫിഡൻസ് ബാരിയർ ചിലപ്പം ഒപ്റ്റിമിസ്റ്റിക് ബയസായിട്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. It is a tendency to have more confidence in the accuracy of our own judgments than is reasonable. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ്സിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവാം. നമുക്ക് ആക്ച്വലി വേണ്ടതിനേക്കാളും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളതിനെയാണ് ഓവർ കോൺഫിഡൻസ് ബാരിയർ എന്ന് പറയുന്നത്. പക്ഷേ ഒപ്റ്റിമിസ്റ്റിക് ബയസിൽ എന്താണ് വരുന്നത്, നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് പോസിറ്റീവ് ഇവൻറ്റ്സ് ആയിരിക്കും, അല്ലാണ്ട് നെഗറ്റീവ് ഇവൻറ്റ്സ് നമുക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പോലെ വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പം സിമിലർ സിറ്റുവേഷൻസ് ഇവിടെ നമ്മൾ പറഞ്ഞു തന്നിരിക്കും. Ironically, people who are least competent in a domain are often the most likely to be overconfident of their judgments in that domain. Example, while asking about their performance in exam, they often rate it high. അപ്പോൾ ഈ ഓവർ കോൺഫിഡൻസ് ബാരിയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലീസ്റ്റ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതായത് ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം എടുത്തോളൂ, നമ്മൾ തീരെ പഠിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാധാരണ പറയാം നല്ലതായിരുന്നല്ലോ, നന്നായിട്ട് എഴുതിയെന്നായിരിക്കും. അപ്പോൾ അതൊരു ഓവർ കോൺഫിഡൻസ് ബാരിയറാണ്. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ ജസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല, കാരണം പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും എന്നുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഓവർ കോൺഫിഡൻസ് ആണ്. നമ്മൾ എഴുതിയേക്കുന്ന അത്രയല്ല, അതിനേക്കാളും ഒരുപാട് മുകളിലാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ. സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡൊമൈനിൽ ലെസ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ, അതിലത്ര പഠിക്കാത്ത ആളുകൾ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഓവർ കോൺഫിഡൻസ് ബാരിയർ കൂടുതലുണ്ടാവുക. ഓവർ കോൺഫിഡൻസ് സ്റ്റെംസ് ഫ്രം എറേഴ്സ് ഓഫ് ഒമിഷൻ. ഓവർ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പല കാര്യങ്ങൾ വിട്ടുപോകുന്നതുകൊണ്ട് ഒമിഷൻസ് എന്നുള്ളത് ഓവർ കോൺഫിഡൻസിലേക്ക് നയിക്കാം. അതായത് ഇവിടെ ഒരു സ്റ്റഡിയുടെ കാര്യം പറയുന്നുണ്ട്. വെൻ വി ആർ ആസ്ക്ഡ് ടു ലിസ്റ്റ് ഔട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ഹാവിങ് അനാർ ഫ്രൂട്ട്, യു മേ ബി ഏബിൾ ടു കം അപ്പ് വിത്ത് 10 to 20 benefits. This will lead you to rate your abilities high. But when the researcher explains the missed benefits, people's overconfidence declined. അപ്പോൾ ഈ സ്റ്റഡിയിൽ കുറച്ച് വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കണമല്ലോ. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, അനാർ ഫ്രൂട്ട്, അതായത് നമ്മുടെ മാതളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിലപ്പം ഒരാൾ 7 എഴുതിയിട്ടുണ്ടാവും, ഒരാൾ 10 എഴുതിയിട്ടുണ്ടാവും, ഒരാൾ 12 എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 12 എഴുതുമ്പോഴേക്കും നമ്മുടെ വിചാരം എന്നുള്ളത് നമുക്കിതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് അറിയാം എന്നാണ്. ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബെനിഫിറ്റ്സും നമ്മൾ എഴുതി കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ഓവർ കോൺഫിഡൻസാണ്. കാരണം ബാക്കിയുള്ള ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് അത് നമ്മൾ വിട്ടുപോയി. ചിലപ്പോൾ മാതളത്തിന് 20, 30, 40 ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കാം. അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. പലപ്പോഴും എക്സാമിനും അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? നമ്മൾ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. അതായത് ഇതിനിപ്പോൾ 40 ബെനിഫിറ്റ്സ് ഉണ്ട്, ഇന്നതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എഴുതിയത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് എന്നുള്ളത്. So, overconfidence is displayed due to the lack of relevant feedback that would help moderate our confidence. അപ്പോൾ overconfidence ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക്
ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല, വേണ്ട രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിനെ പറ്റി, അത് നമുക്ക് എന്താ നമ്മുടെ ഒരു പെർഫോമൻസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഓവർ കോൺഫിഡൻസ് ബാരിയർ നമുക്ക് ഇല്ലാണ്ടാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് പ്ലാനിങ് ഫാലസിയാണ്. ഇറ്റ് ഇസ് എൻ ഇലിസ്ട്രേഷൻ ഓഫ് ഒപ്റ്റിമിസം അറ്റ് വർക്ക്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒപ്റ്റിമിസ്റ്റിക് ബയസ് ഉണ്ടല്ലോ, ഒപ്റ്റിമിസത്തിൻ്റെ വർക്ക് സിറ്റുവേഷനിലുള്ള വർക്ക് പ്ലേസിലുള്ളൊരു ഇലിസ്ട്രേഷൻ ആണെന്ന് പറയാം. It is a tendency to make optimistic predictions concerning how long a given task will take for completion. അതായത് നമ്മളൊരു ടാസ്ക്, നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രഡിക്ഷനാണ്. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം നിങ്ങൾക്കൊരു പ്രൊജക്റ്റോ അസൈൻമെൻറ്റോ ഒക്കെ തരുന്ന സമയത്ത് ഇത്ര നാളിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇത്രയും നാളൊന്നും പോരാ, നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചക്രശ്വാസം വലിക്കുന്നത്. This aspect of optimistic bias can be seen in announced schedule of public works such as metro, roads, airport, etc. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, മെട്രോ കൺസ്ട്രക്ഷൻ, റോഡ് കൺസ്ട്രക്ഷൻ, എയർപോർട്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇത് വരാം. ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും തീർക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും വർക്ക് തീരുമ്പോഴത്തേന് 2-3 കൊല്ലമാവും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? പ്ലാനിങ് ഫാലസി കൊണ്ടാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും തീർക്കും എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് തന്നെയാണത്. പക്ഷേ അത് നടക്കാതെ വരുന്നു. അപ്പം നമ്മുടെ പ്ലാനിങ്ങിലുള്ള പ്രശ്നം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. Besides its focus on the future, motivation to complete a task also plays an important role in planning fallacy. അതായത് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഓറിയൻറ്റേഷൻ ഈ പ്ലാനിങ് ഫാലസിയിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, ഒരു വർക്ക് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ അതിൻ്റെ ഫ്യൂച്ചറാണ് ആലോചിക്കുന്നത്. അല്ലാതെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചപ്പം എത്ര സമയം എടുത്തിട്ടുണ്ട് നമുക്ക് പഠിച്ച് തീരാൻ, അല്ലെങ്കിൽ എത്ര സമയം എടുത്തിട്ടുണ്ട് ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമ്മൾ പാസ്റ്റിനെ പറ്റി ആലോചിക്കുന്നില്ല. പാസ്റ്റിൽ എത്ര സമയം എടുത്തു എന്ന് ആലോചിക്കുന്നതിന് പകരം ഫ്യൂച്ചറിൽ നമുക്ക് എത്ര എടുക്കും, നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഈ പ്ലാനിങ് ഫാലസി ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണമാണ്. അതുകൂടാതെ നമ്മുടെ മോട്ടിവേഷൻ, നമ്മൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, അതും പ്ലാനിങ് ഫാലസിയിലേക്ക് നയിക്കാം. In cases where people are strongly motivated to complete a task, people make over-optimistic predictions about when they will attain this desired state of affairs. That is, our desire to finish early on time, so we predict that we will. നമുക്കൊരു ടാസ്ക് 2 ആഴ്ചക്കുള്ളിൽ തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും. എക്സാമിൻ്റെ സമയത്ത് അതല്ലേ സംഭവിക്കുക, നമ്മൾ വിചാരിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളിത് കംപ്ലീറ്റ് തീർക്കും. പക്ഷേ നമ്മുടെ മോട്ടിവേഷൻ അതാണെങ്കിലും അത് നടക്കാതെ വരുന്നത് ഈ പ്ലാനിങ് ഫാലസി കൊണ്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ നമുക്ക് എത്ര സമയം എടുത്തിട്ടുണ്ട്, നമ്മൾ ഈ ഉദ്ദേശിച്ച ഒരാഴ്ചയിൽ നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോഴേ ആലോചിക്കുക. എന്നിട്ട് നേരത്തെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, നെക്സ്റ്റ് വൺ, counterfactual thinking. This is a situation specific source of error. They occur only in certain kind of situations. ഇത് ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എററാണ്. എന്താണെന്ന് നോക്കാം. It is a tendency to imagine other outcomes in a situation than the ones that actually occurred. അതായത് നമുക്കിപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തു, അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു, അങ്ങനെ മറ്റ് ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി ചിന്തിക്കാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസിയാണ്. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. If I have traveled through a different way, this accident wouldn't have occurred. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നമുക്ക് സംഭവിച്ചു, നമുക്ക് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും നമ്മൾ വിചാരിക്കും ഞാൻ അന്ന് ആ വഴിയിലൂടെ വന്നുകൊണ്ട് ഇത് സംഭവിച്ചാൽ മറ്റേ വഴി കൂടി പോയിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ പുറകിൽ ലിഫ്റ്റ് കയറിയതുകൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ന് ജോലി സ്ഥലത്തുനിന്ന് ഞാൻ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്തെങ്കിൽ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. ഇത് നമ്മൾ നമ്മുടെ വീട്ടുകാരും ഒക്കെ പറയുന്നത് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതും ഒരു എറർ തന്നെയാണ്. കാരണം അങ്ങനെയൊന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല, അങ്ങനെ പോയിരുന്നെങ്കിൽ നടക്കില്ല എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യവുമില്ല. കാരണം സംഭവിക്കാനുള്ളത് എപ്പോഴാണെങ്കിലും സംഭവിക്കും. This kind of thinking influence your sympathy as well as your recommendations concerning compensation for the victim. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ
നമുക്ക് വിക്ടിമിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റേപ്പ് കേസസിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും രാത്രി പുറത്തു പോയ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഓൾട്ടർനേറ്റീവ് എന്താണ്? ആ കുട്ടിക്ക് ആ സമയത്ത് പുറത്ത് പോകാതിരിക്കായിരുന്നല്ലോ, ആ സമയത്ത് പുറത്ത് പോയിട്ടല്ല റേപ്പ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ചിന്തിക്കുന്ന സമയത്ത് അവരോടുള്ള എമ്പതിയാണ് നമുക്ക് കുറയുക. അവരോട് എമ്പതൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ പറയുമ്പം അത് അവർക്ക് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരികയും അവർക്ക് കിട്ടുന്ന കോമ്പൻസേഷൻസ് ചിലപ്പോൾ കിട്ടാതെ പോവുകയും നമ്മളതിനെ അനുകൂലിക്കാതിരിക്കുകയെങ്കിലും ചെയ്യാം. This differences in the intensity of sympathy is seen for highly tragic events including cases of rape, loss of a child, etc. മനസ്സിലായി കാണുമല്ലോ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നെക്സ്റ്റ് വൺ, മാജിക്കൽ തിങ്കിങ്. The belief that one's ideas, thoughts, actions, words or use of symbols can influence the course of events in the material world. മാജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു, നമ്മൾ അങ്ങനെ ആക്ഷൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പറയില്ലേ, നമ്മൾ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന വഴിപാട് നേർന്നത് കൊണ്ടാണ് ഇപ്പം അവർക്ക് ഈ ജോലി കിട്ടിയത്. ആ രീതിയിലൊക്കെ നമ്മുടെ ആക്ഷൻസ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മാജിക്കൽ തിങ്കിങ്. It assumes a causal link between one's inner personal experience and the external physical world. അപ്പോൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മുടെ ചുറ്റുമുള്ള ലോകം തമ്മിലൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതും ലോകത്ത് സംഭവിക്കുന്ന വ്യത്യാസവും തമ്മിൽ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. നമ്മളങ്ങനെ വിചാരിക്കുന്നത് രണ്ട് ഇൻസിഡൻസ് ആണ്, ഇത് തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മുടെ ഒരു തോന്നലാണ് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ വഴിപാട് കഴിച്ചത് മാത്രമായിരിക്കണം എന്നില്ല, പല ആളുകളുടെ ഇടയിലും പല വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകളുണ്ടല്ലോ. ബിലീഫ് ദാറ്റ് ഹിറ്റിംഗ് ഓൺ എ പില്ലോ ഈസ് ആക്ച്വലി ഹേർട്ടിങ് യുവർ എനിമി. നമ്മളിപ്പോൾ ഒരു പില്ലോയിൽ നമ്മൾ ഇടിക്കുന്ന സമയത്ത് എൻ്റെ എനിമിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുമൊക്കെ മാജിക്കൽ തിങ്കിങ് ആണ്. നോട്ട് ഈറ്റിംഗ് എ കോക്രോച്ച് ഷേപ്ഡ് ചോക്ലേറ്റ് തിങ്കിങ് ദാറ്റ് ദിസ് പെൻ ഇസ് ലക്കി ഫോർ മീ. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ പെൻ കൊണ്ട് എഴുതിയാൽ എനിക്ക് എക്സാമിന് എന്തായാലും നല്ല മാർക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നത് മാജിക്കൽ തിങ്കിങ് ആണ്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ കോക്രോച്ച് പാറ്റയുടെ ഷേപ്പിലുള്ളൊരു ചോക്ലേറ്റ് തന്നിട്ട് കഴിക്കാൻ പറയുകയാണ്. ചില ആളുകൾ കഴിക്കുമായിരിക്കും, പക്ഷെ ചില ആളുകൾ കഴിക്കില്ല. എനിക്ക് തന്നെങ്കിൽ ഞാൻ കഴിക്കില്ല. അപ്പോൾ അതെന്തോട്ടെ, എനിക്ക് മാജിക്കൽ തിങ്കിങ് ഉള്ളതുകൊണ്ടാണ്, എനിക്കറിയാം അത് ചോക്ലേറ്റ് ആണ്, അത് വേറൊന്നുമല്ല. പക്ഷെ എന്നാലും നമുക്കത് കഴിക്കാനൊരു ബുദ്ധിമുട്ട്, അത് കോക്രോച്ചിനെ പോലെ ആയതുകൊണ്ട് നമ്മൾ യാതൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബന്ധം നമ്മുടെ ഉള്ളിൽ തോന്നും, അതുകൊണ്ടാണ് അത് കഴിക്കാതിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടെറർ മാനേജ്മെൻറ്റ്. ഇതാണ് ലാസ്റ്റത്തത്. ടെറർ മാനേജ്മെൻറ്റ് ഇസ് വൺ റീസൺ ഫോർ സച്ച് സീമിംഗ്ലി നോൺ റാഷണൽ തിങ്കിങ്. ടെറർ മാനേജ്മെൻറ്റ് ഇസ് ആർ എഫേർട്സ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ് ഫ്രം ദ കൺസേൺസ് അബൌട്ട് ഡെത്ത്. ഡെത്തിനെ പറ്റിയിട്ടുള്ള നമ്മുടെ കൺസേൺസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഡെത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഇന്ന് മരിച്ചു പോകും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മാരകമായിട്ടുള്ളൊരു അസുഖമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷമം തന്നെയല്ലേ. അപ്പോൾ അത്തരം ഡെത്തിനെ പറ്റിയുള്ള തോട്ട്സിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ എഫേർട്സ്, അതിനെയാണ് ടെറർ മാനേജ്മെൻറ്റ് എന്ന് പറയാം. Belief in supernatural powers outside our understanding and control helps us to deal with these concerns. So, when we are encountered with certainty of death, we engage in thinking that is largely outside the റാഷണൽ തോട്ട്. അപ്പോൾ നമ്മൾ ഡെത്തൊക്കെ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ഈ റാഷണൽ തോട്ടിൽ നിന്ന് മാറി പല കാര്യത്തിലും വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ വേറെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ടൊരു കാര്യമില്ല, ഡെത്ത് എന്നുള്ളത് ഒരു റിയാലിറ്റി ആണ് എന്ന് നമ്മൾ അറിയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ചില സമയത്തൊക്കെ ഇത് ഇഫക്റ്റീവ് ആവാറും ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മളിത് ഹീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുമെന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെ ആ രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്നും സ്റ്റഡീസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 7 എണ്ണമാണ് നമുക്ക് സോഷ്യൽ കോഗ്നിഷൻസിലുള്ള ഇറേഴ്സ് എന്ന രീതിയിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? നെഗറ്റിവിറ്റി ബയസ്, optimistic bias, overconfidence barrier, planning fallacy, counterfactual thinking, magical thinking and terror management. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സൈക്കോളജി ടോപ്പിക്സിൽ ലെക്ചേഴ്സ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെൽ ഐക്കണും കൂടി നിങ്ങളൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം മൈ ചാനൽ. താങ്ക് യു.